നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ദൃശ്യം 4ൻ്റെ ഫാൻ മെയ്ഡ് സ്റ്റോറി എങ്ങനെയായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ദൃശ്യം 3 തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞവർ മാത്രം വീഡിയോ തുടർന്ന് കാണുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിയമത്തെയും പോലീസിനെയും തൻ്റെ കേവലം സിനിമാ അറിവുകൾ കൊണ്ട് വിരൽത്തുമ്പിൽ നിർത്തിയ ജോർജ് കുട്ടി എന്ന മാസ്റ്റർ മൈൻഡിനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും കഴിയുമോ? ദൃശ്യം 3-ാം ഭാഗത്തിൻ്റെ ആ ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് കണ്ട് ഏവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഇനി എന്താണ് ജോർജ് കുട്ടിയുടെ ഭാവി? എന്നാൽ ജിത്തു ജോസഫ് എന്ന ജീനിയസ് ഡയറക്ടർ ദൃശ്യം 3ൻ്റെ ക്ലൈമാക്സിൽ ഒളിപ്പിച്ചു വെച്ച ആ ടൈം ലൈൻ മാജിക് കൃത്യമായി വിശകലനം ചെയ്താൽ വരാനിരിക്കുന്ന ദൃശ്യം 4ൻ്റെ കഥാതന്തു എന്തായിരിക്കുമെന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കും. ദൃശ്യം 4ലേക്ക് എത്തുമ്പോൾ കളി മാറുകയാണ് സുഹൃത്തുക്കളെ. ഇതുവരെ നമ്മൾ കണ്ടത് വിഷ്വലുകൾ കണ്ട് പ്ലാൻ ഉണ്ടാക്കിയ അച്ഛനെയാണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൈബർ ലോകത്തെ ഹാക്കിങ്ങും കോഡിങ്ങും കൊണ്ട് പോലീസിനെ പൂട്ടുന്ന മകളെയാണ്. ആദ്യം നമുക്ക് ആ ടൈം ലൈൻ മാജിക് ഒന്ന് പരിശോധിക്കാം. ദൃശ്യം 1-ാം ഭാഗം കഴിഞ്ഞ് കൃത്യം 6 വർഷങ്ങൾക്ക് ശേഷമാണ് ദൃശ്യം 2 തിയേറ്ററുകളിൽ എത്തിയത്. ആ 2-ാം ഭാഗത്തിൻ്റെ കഥ നടന്നത് വീണ്ടും കൃത്യം 6 വർഷങ്ങൾക്ക് ശേഷമാണ് ദൃശ്യം 3ൻ്റെ കഥ നമ്മൾ കണ്ടത്. അതായത് ഓരോ 6 വർഷത്തിൻ്റെ കൃത്യമായ ഗ്യാപ്പിലാണ് ജിത്തു ജോസഫ് ജോർജ് കുട്ടിയുടെ ജീവിതം പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ദൃശ്യം 3ൻ്റെ ക്ലൈമാക്സിൽ പോലീസിന് മുമ്പിൽ കീഴടങ്ങുമ്പോൾ ജോർജ് കുട്ടി ഒരു നിബന്ധന വയ്ക്കുന്നുണ്ട്: തനിക്ക് ചാർജ് ഷീറ്റിൽ 5 വർഷത്തെ ശിക്ഷ മാത്രമേ എഴുതാവൂ എന്ന്. ഒറ്റ നോട്ടത്തിൽ ഇത് ജോർജ് കുട്ടിയുടെ പരാജയമായി തോന്നാം. പക്ഷേ നിയമപരമായും പൂർണ്ണമായും സ്വതന്ത്രനായി ശിക്ഷയെല്ലാം കഴിഞ്ഞ് 6-ാം വർഷം മാസായി പുറത്തിറങ്ങുന്ന ജോർജ് കുട്ടിയെ കാണിക്കാനായി ജിത്തു ജോസഫ് ഇട്ട അടിത്തറയാണ് ആ 5 വർഷത്തെ ജയിൽവാസം. എന്നാൽ കളി അവിടെയും തീർന്നില്ല. ജോർജ് കുട്ടി ജയിലിൽ കിടക്കുന്ന അതേ 5 വർഷം കൊണ്ടാണ് അയാളുടെ 2ാമത്തെ മകൾ അനുമോൾ വിദേശത്ത് തൻ്റെ സൈബർ സെക്യൂരിറ്റി കോഴ്സ് പൂർത്തിയാക്കുന്നത്. 3-ാം ഭാഗത്തിൽ തിയേറ്ററുകളിൽ ഒരു ഫൺ എലമെൻ്റായി കാണിച്ച അനുമോളുടെ വിദേശ പഠനം യഥാർത്ഥത്തിൽ ദൃശ്യം 4ന് വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്ലോട്ട് പോയിൻ്റ് ആയിരുന്നു. വർഷങ്ങളായി ഡിജിറ്റൽ തെളിവുകളുടെയും കോൾ റെക്കോർഡുകളുടെയും ലൊക്കേഷൻ ട്രാക്കിങ്ങിൻ്റെയും പേരിൽ തൻ്റെ അച്ഛനെ വേട്ടയാടുന്ന പോലീസിനെ അതേ നാണയത്തിൽ നേരിടാൻ മകൾ നടത്തുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ആണത്. അച്ഛൻ തിയേറ്ററിലെ സിനിമകൾ കണ്ടാണ് ഐഡിയകൾ ഉണ്ടാക്കിയതെങ്കിൽ മകൾ ഡിജിറ്റൽ ലോകത്തെ ലൂപ്പ് ഹോളുകളും സൈബർ കോഡിങ്ങും പഠിച്ചാണ് തിരിച്ചെത്തുന്നത്. ജോർജ് കുട്ടിയുടെ പ്രായവും ചിന്താശേഷിയും കുറയുമ്പോൾ പോലീസിൻ്റെ പുതിയ കാലത്തെ ഹൈടെക് ഡിജിറ്റൽ ട്രാപ്പുകളിൽ നിന്നും അച്ഛനെയും കുടുംബത്തെ രക്ഷിക്കാൻ പോകുന്ന അടുത്ത മാസ്റ്റർ മൈൻഡ് ഈ അനുമോൾ ആയിരിക്കും. ചുരുക്കത്തിൽ ജോർജ് കുട്ടിയുടെ അതേ ക്രിമിനൽ ചോര തന്നെയാണ് അനുമോളും. അപ്പോൾ ആരായിരിക്കും ദൃശ്യം 4ലെ വില്ലൻ? 3-ാം ഭാഗത്തിൽ നമ്മൾ കണ്ടത് സ്വന്തം മകൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ പ്രഭാകരനെയും പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന സഹദേവനെയുമാണ്. 4-ാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ജോർജ് കുട്ടി ജയിലിൽ കിടന്ന 5 വർഷത്തിനിടയിൽ പുറത്ത് പുതിയ നിയമങ്ങളും പുതിയ ഡിജിറ്റൽ തെളിവുകളും വന്നിട്ടുണ്ടാവും. പുതിയൊരു യുവ IPS ഓഫീസർ ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ സാധ്യതയുണ്ട്. ജോർജ് കുട്ടി ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അന്ന് അയാൾ പൂർണ്ണമായും സുരക്ഷിതനാണെന്ന് വിചാരിക്കുന്നിടത്ത് പോലീസ് പുതിയൊരു സൈബർ ട്രാപ്പുമായി കാത്തിരിക്കുന്നുണ്ടാവും. 5-ാം വർഷം ചാർജ് ഷീറ്റിൽ ഇല്ലാത്ത പുതിയൊരു തെളിവ് പോലീസ് കണ്ടെത്തുമ്പോൾ ജോർജ് കുട്ടിയുടെ തലച്ചോറിന് പ്രായത്തിൻ്റെ ക്ഷീണം ബാധിച്ചിട്ടുണ്ടാവും. അവിടെയാണ് അച്ഛൻ്റെ കാവലായി സൈബർ സെക്യൂരിറ്റിയിൽ ലോകം വെട്ടിപ്പിടിച്ച അനുമോൾ കളം നിറയ്ക്കുന്നത്. പോലീസിൻ്റെ സെർവറുകൾ ഹാക്ക് ചെയ്തും ഡിജിറ്റൽ ലൊക്കേഷനുകൾ മാറ്റിമറിച്ചും അവൾ പോലീസിനെ കളിപ്പിക്കും. എന്നാൽ ദൃശ്യം 4 കേവലം ഒരു മൈൻഡ് ഗെയിം മാത്രമായിരിക്കില്ല. 3-ാം ഭാഗത്തിൻ്റെ ക്ലൈമാക്സിൽ സ്വന്തം മകൾ അഞ്ജുവിനെ രക്ഷിക്കാൻ വേണ്ടി അവളെ അടിച്ചും കത്തി കൊണ്ട് വെട്ടിയും ചോരയിൽ മുക്കിയ ഒരു അച്ഛനെ നമ്മൾ കണ്ടു. എനിക്ക് എന്നെ തന്നെ പേടിയായി തുടങ്ങി എന്ന് ജോർജ് കുട്ടി പറയുന്നുണ്ട്. സ്വന്തം ഉള്ളിലെ ആ വന്യമായ ക്രിമിനലിനെ ഭയന്നാണ് അയാൾ ജയിൽവാസം വരിച്ചത്. 4-ാം ഭാഗത്തിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന ജോർജ് കുട്ടി തികച്ചും ശാന്തനാൻ ശ്രമിക്കുമെങ്കിലും തൻ്റെ മകൾ അനുമോൾക്ക് തനിക്ക് വേണ്ടി നിയമം കയ്യിലെടുക്കുന്ന കാണുമ്പോൾ ആ അച്ഛൻ്റെ മനസ്സ് വീണ്ടും ഉരുകും. താൻ കാരണം തൻ്റെ മകളും ഒരു ക്രിമിനലായി മാറുന്നു എന്ന തിരിച്ചറിവ് ജോർജ് കുട്ടിയെ വല്ലാണ്ട് വേട്ടയാടും. പ്രഭാകറും പോലീസും 2 വർഷം കൊണ്ട് പ്ലാൻ ചെയ്ത കേസ് വെറും 2 മിനിറ്റ് കൊണ്ടാണ് തകിടം മറിച്ച ആളാണ് ജോർജ് കുട്ടി. അതുകൊണ്ട് തന്നെ ദൃശ്യം 4ലേക്ക് എത്തുമ്പോൾ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ അയാൾ വീണ്ടും അജേയനായി തന്നെ തുടരും. അച്ഛനും മകളും ചേരുന്ന ആ അൾട്ടിമേറ്റ് മാസ്റ്റർ മൈൻഡ് കോംബോ തമിഴ്, തെലുഗു, ഹിന്ദി സിനിമാ ലോകങ്ങളെപ്പോലും വീണ്ടും ഞെട്ടിക്കും എന്നതിൽ സംശയമില്ല. ഈ ഒരു പ്ലോട്ട് പ്രവചനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.